കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തൊഴാൻ വരൂ, നമുക്കിന്ന് തൊഴാൻ പോവാം. മറ്റൊരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ ഞാൻ അവിടെ അല്ല, എന്തായാലും അവിടുത്തെ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും മകനെ കാണാൻ വന്നതാണ്, അയ്യപ്പനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞതാണ്, അപ്പോൾ ഞാനത് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും സാധാരണ മാതിരി തൊഴാൻ പോകണ പോലെ തന്നെ പോവാം. നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള പാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അവിടുന്ന് വന്ന് ഇടത്തരികത്ത് അല്ല എന്താ പറയുക, അത് നമ്മൾ തൊഴാതെ പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത്തിമര ഗണപതിയെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വന്ന് ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ വശത്തേക്കൊന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലതേ വശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് ഒന്ന് നരസിംഹാവതാരത്തെ ഒന്ന് കേൾക്കുക. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണെന്ന് പറഞ്ഞു. ഇന്ന് കാണാനുള്ളത് ആ കാല് ഇങ്ങനെ പിണച്ചു വെച്ചിട്ട് കാൽ വളകൾ കാണാണ്ട്, അങ്ങനെ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, അതുപോലെ മുകളിലേക്ക് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ 2 കൈയും കൂടി പൊന്നോടക്കുഴൽ അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ വേണുഗോപാലനായിട്ടാണ് ഇന്നത്തെ ഭഗവാന്റെ ശ്രീലകത്തുള്ള ആ കളഭാലങ്കാരം. അപ്പോൾ അത് എല്ലാവരും കണ്ട് പോവുക, എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുക. അതേപോലെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഇന്ന് മഞ്ഞപ്പട്ടാണ് ഉടുത്തിട്ടുള്ളത്. പിന്നെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ വന്ദിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവിനെ തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ ചെറിയ ഗണേശനെയും മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുക. മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങുക. വാമന അവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷവും ഒക്കെ കണ്ട് തൊഴുത് നേരെ അവിടുന്ന് വരിക. അങ്ങനെ വന്ന് ആനന്ദശായിയായ ആനന്ദപത്മനാഭനെ കണ്ട് തൊഴുക. അവിടെയും ധാരാളം പൂക്കളുണ്ട്, ഉണ്ടപ്പൂക്കൾ, ചെണ്ടുമല്ലി, തെച്ചിയൊക്കെയാണ്, തുളസിയൊക്കെയാണെന്നാണ്. അത് കഴിഞ്ഞ് നേരെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ ഒരു വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒപ്പം പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം ഹരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാദ്ഭവേത്.
ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞിട്ട് രാധാകൃഷ്ണനെയും ആ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. താമരക്കണ്ണനെ വന്ന് തൊഴുക. പിന്നെ അവിടെ നിന്ന് തന്നെ കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ട് കൊടി മരം കണ്ട് തൊഴുക. പിന്നെ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങുക. വടക്കേ നടയിൽ കൂടെ ഇറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. എന്നിട്ട് എടത്തിരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വരുമ്പോൾ ഗോളകയാണ്, അതേപോലെ താഴത്ത് പച്ച കളറ് പട്ടാണ്, അതേപോലെ മുകളിലിങ്ങനെ ചുവന്ന കളറും, പിന്നെ ധാരാളം മാലകളുണ്ട്. അപ്പോൾ കണ്ട് തൊഴുത് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇനി അങ്ങനെ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് അപ്പം മമ്മിയൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്, പാവുമുണ്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു മഞ്ഞ പട്ടുണ്ട്, പിന്നെ വലിയ മാലകളുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അതിന് ശേഷം നമ്മളിങ്ങനെ നേരെ വന്ന് കൊടിമരം കണ്ട് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് നമ്മൾ നേരെ ആ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ ഒന്ന് നോക്കി തൊഴുത് ഭഗവതിയുടെ അവിടെയും അതേപോലെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി പ്രാർത്ഥിക്കുക. പിന്നെ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.